ഒരു നീറ്റല്ലേ, കുട്ടിക്ക് മരുന്നൊന്നും മാറിയിട്ടില്ലല്ലോ. അച്ഛനെ തലയൊന്നിങ്ങനെ വെച്ചേ. അങ്ങനെ ഇനി കണ്ണ് മുറുക്കെ അടച്ച് 5 മിനിറ്റ് കിടന്നോളൂ കേട്ടോ. തുറക്കുമ്പോഴാ എരിയണ പോലെ തോന്നുക. 5 മിനിറ്റ് ഒന്നും അടച്ചു പിടിക്കാൻ വയ്യ. പറയണത് അനുസരിച്ചാൽ അവനവന് നല്ലത്. എന്താന്ന് ചോദിച്ചാല് ഓരോ സാധനങ്ങൾ അവിടെ എവിടെ ഒളിപ്പിച്ചു വെച്ചാ മനുഷ്യൻ എന്താ ചെയ്യാ? ഫോർ എക്സാമ്പിൾ, ഈ ടംബ്ലർ ഇത് ആരവിടെ കൊണ്ടുവന്ന് വെച്ചേ? ഒരു സാധനം വെക്കേണ്ടടുത്ത് വെക്കില്ല. എന്താ കുട്ടി കണ്ണ് കാണുന്നില്ലേ? അച്ഛനിപ്പോ ധൃതരാഷ്ട്രല്ലേ, നമ്മുടെ ധൃതരാഷ്ട്രം. അതുപോലെ ഒരു അന്ധന്റെ മാര് കിടക്കല്ലേ? അന്ധനല്ല, അന്ധൻ. അത് തന്നെ. അപ്പൊ നമ്മുടെ കാന്താരി കണ്ണുമൂടി കെട്ടിയില്ലേ? കാന്താരിയും പച്ചമുളകൊന്നും അല്ല കുട്ടി, ഗാന്ധാരി, ഗാന്ധാരം. കറക്റ്റ്. അപ്പൊ ഇത് അറിയാല്ലേ? ഇനി വേണമെങ്കിൽ കണ്ണു തുറന്നോളൂ കേട്ടോ. കള്ളി, മൂപ്പിൽ കുഞ്ഞമ്പുതാരുടെ പടപ്പട്ടിന്ന് മോഷ്ടിക്കാൻ നിനക്കേ ധൈര്യം ഉണ്ടാവും. 1 1 1.5 1.5 2 2 2.5 എടി പകൽക്കൊള്ളക്കാരി. അയ്യോ വന്നോ? യെസ്. ഇന്ന് എത്രയുണ്ട്? വട്ടച്ചെലവിന് വല്ലവും ചോദിച്ചാ അറുത്ത കൈക്ക് സോൾട്ട് തേക്കാത്ത നായർക്ക് 100 ചോദ്യങ്ങളാ. പിന്നെ ഇതല്ലേ നല്ല വഴി. പറ, എന്താ ലാസ്റ്റ് നടന്ന പെണ്ണ് കാണല്? എന്ത് കൊനഷ്ട പറഞ്ഞു മുടക്കി? നല്ല ചൊങ്കനൊരു IT എഞ്ചിനീയർ ഫ്രം ബാംഗ്ലൂർ. കടുത്ത ഹൃദയവേദനയോടെ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടായില്ലെന്ന്. മിസ്റ്റർ ദേവർമട നാരായണൻ സാർ അറിയുന്നുണ്ടോ നീ നടത്തുന്ന ഈ ഡിഫൻസ്? അയാൾക്കൊരു ചുക്കും അറിയില്ല. അയാളുടെ ഷഷ്ടിപൂർത്തിയും ഞങ്ങളുടെ കല്യാണവും ഒന്നിച്ചായിരിക്കും. ഇടി കറക്റ്റേ. എന്റെ പ്രിയപ്പെട്ട ഏട്ടനെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ കുറച്ച് റൊട്ടിയാക്കി കളഞ്ഞ. അവളുടെ ആഗ്രഹം പോലെ മനസ്സിന് പിടിച്ച ഒരു ബന്ധം വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാതെ വയ്യല്ലോ എങ്ങാതരാ. അച്ഛനും അമ്മയും നേരത്തെ പോയ കുട്ടിയാണ്. അവളുടെ മനസ്സ് കലങ്ങുന്നത് കാണാൻ എനിക്ക് വയ്യ. എന്നാ പിന്നെ അവളുടെ ഇഷ്ടം എന്താച്ചാ അത് പറയാനാ ഞാൻ. അവളുടെ ഇഷ്ടം ആ നാരായണന്റെ കാര്യമാണെങ്കിൽ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, അവളുടെ അമ്മാമ്മയുടെ അടിയന്തരം കഴിഞ്ഞിട്ട് ആയിക്കോളാൻ. ആ വാക്ക് മാറില്ല. 13ാം വയസ്സിൽ സ്വന്തം അച്ഛനെ കുത്തിക്കൊന്നവൻ, എന്നെയും എന്റെ കുടുംബത്തെയും ശത്രുക്കളായി പ്രഖ്യാപിച്ച് നടക്കുന്നവൻ, അങ്ങനെ ഒരുത്തനെ എന്റെ അനന്തരവളെ കൊടുക്കാൻ അത് മാത്രം ആരും എന്നോട് പറയണ്ട. കുഞ്ഞമ്പേട്ടൻ ഇങ്ങനെ പറഞ്ഞാ പിന്നെ എന്റെ മരണം അത് എളുപ്പം നടക്കാൻ പ്രാർത്ഥിക്കുക എല്ലാരും. എന്നിട്ടെന്താ വെച്ചാ ആവാം. ഇവിടെ നമ്മുടെ പത്മാ സുബ്രഹ്മണ്യൻ തകർത്ത് ഡാൻസാ. ഇതെവിടെയാ സഹോദര? പാടത്തോ പറമ്പിലോ? ഇന്നെപ്പോലെ അല്ലടേ മാളെ. അഷ്ടിക്ക് വക തേടി പാടത്തും പറമ്പത്തും വെയിൽ ഒരുപാട് കൊള്ളണം. മൂപ്പിൽ കുഞ്ഞമ്പൂ നായര് ആയ കാലത്ത് കട്ടുമൂട്ടിക്ക് ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് നിനക്കൊക്കെ 3 ടൈംസ് കാലം നീട്ടിയിരുന്ന് വയറ് നിറച്ച് ഞണ്ണ. നീ ആ നൃത്തവിലോലിക്കൊന്ന് കൊടു. ഇത് പറ, എന്നാ അവിടെ ഫിലിം ഷൂട്ടിംഗുകാര് വരണത്? എന്താ നിന്നെ കെട്ടിയെടുക്കുന്നുണ്ടോ? യെസ്. ഈ ജന്തുവിനെ കൊണ്ടുവരണോ? പൊട്. എന്തുവാ? അതിനെ കണ്ടിട്ട് കാലം കുറെ ആയി. ഒന്ന് കൊടു. കൊടുക്കട്ടെ. ചെകിട്ട് തുറണം. എന്നാ ആരാ നിന്റെ നായര്? സത്യവാൻ നാരായണ, സാവിത്രി ഹിയർ. നിധി കാക്കുന്ന ഭൂതം മൂപ്പിൽ കുഞ്ഞമ്പൂ നായരുടെ ആമാടപ്പെട്ടിയിൽ നിന്ന് നിറം മങ്ങുന്ന ഓട്ടമുക്കാലേ. ഇങ്ങനെയൊക്കെ മതിയോ? ഇതിനുള്ള മറുപടി തന്റെ മുഖത്ത് നോക്കി പറയാൻ ഞാൻ വരുന്നുണ്ട്. പിച്ചാത്തിവാസം. ഈ കരിങ്കുരങ്ങനെ കാണാൻ വേണ്ടിയാണ് ഇത്ര ബഹളം. ആൾക്കാർക്ക് വേറെ പണിയില്ലേ? എന്തൊരു ചൂട്! ഒരു ക്യാരവനെ കൊണ്ടുവരുന്നുള്ളൂ. മദ്രാസിൽ വിളിച്ചിട്ട് രക്ഷയില്ല സാർ. എല്ലാം തമിഴ് ആർട്ടിസ്റ്റുകൾ ബുക്ക് ചെയ്തിരിക്കുക. ഹീറോയും വന്നില്ലേ? വന്നു സാർ. അഭിലാഷ്, ഇതാ നമ്മുടെ ഡാൻസ് മാസ്റ്റർ.
ഹലോ സാർ. ഒരു ഹീറോ സോങ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ? കൊള്ളാം, നന്നായി ചെയ്യുന്നുണ്ട്. ആ. വിമൽ, ലെറ്റ്സ് സീ വൺസ്. ബോയ്സ് ഗേൾസ് സൗണ്ട്. ഒരു ക്ലാസിക്കൽ സാധനം ഒന്ന് പ്ലാൻ ചെയ്തേക്ക്. കുറച്ച് കാലം ഭരതനാട്യത്തിൽ ഒന്ന് കൈവച്ചിട്ട്. അയാളങ്ങനെ പലതും പറയും, മൈൻഡ് ചെയ്യണ്ട. ജോത്സ്യനോട് ആര്? വാഴൂർ ജോസാ? എടോ ജോത്സ്യന ഈ പറഞ്ഞ ഹീറോയിൻ, അവളോട് താൻ പറഞ്ഞില്ലേ എന്റെ സ്ട്രോങ് റെക്കമെൻഡേഷൻ കൊണ്ട് ഈ പടത്തോളം ഫിക്സ് ചെയ്യാം. പിന്നെ അവള് രാവിലെ മുതൽ കയറ് പിടിക്കുക, എന്തേ സാറ് വന്നില്ലേ എന്ന്. അവളുടെ ടൈം തെളിഞ്ഞു. എവിടെ വിളിക്കൂ? ഇപ്പൊ വരും. ഇന്റർനെറ്റ് നോക്കാനെന്ന് പറഞ്ഞ് ഈ സ്ഥലത്തിന്റെ ഉടമ. ആരാ അവൻ? തന്നെ ഏത് സ്കൂളിലാണ് പഠിപ്പിച്ചത്? കൊണ്ടാണോ? Oh, that's really surprising. ഈ വില്ലേജിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഇന്റർനെറ്റ് പോയിട്ട് മൊബൈൽ സിഗ്നൽ കിട്ടുമെന്ന് പോലും വിചാരിച്ചില്ല. ലോകം ഒരൊറ്റ ഈ വില്ലേജായി മാറിക്കൊണ്ടിരിക്കുകയാണ് മിസ് ജോൾസന. അറിയും മുമ്പ്, അറിയാൻ ശ്രമിക്കും മുമ്പ് അണ്ടർ എസ്റ്റിമേഷൻ നന്നല്ല ഒന്നിനെ കുറിച്ചും. Now you can check your mails and send replies. Oh, I just want to check my mail. Do whatever you want. Your phone. ഓ, അതാ ബോറണ ഈ ഫിലിമിലെ ഹീറോ. സോറി, വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും, അതുകൊണ്ട് പറഞ്ഞതാ. ധീരോദാത്തൻ അതിപ്രതാപ ഗുണവൻ വിഖ്യാത വംശൻ ധരാപാലൻ നായകൻ. അത് നായക ലക്ഷണം എന്നാണ് നാട്യശാസ്ത്രം പറഞ്ഞത്, അല്ലാതെ നടന്റെ ലക്ഷണമെന്നല്ല. ഒരു നല്ല നടൻ ചിലപ്പോൾ ബോറനായേക്കാം, ഒരു ബോറൻ ചിലപ്പോൾ നല്ല നടനും ആവാം. ഇത് ബോറൻ മനുഷ്യനും ബോറൻ നടനുമാണ്. എ റയർ കോമ്പിനേഷൻ. ആ കാളിയാർമട ഉണ്ണിയാഴ്ചയൊക്കെ ഉണ്ട്, കാലം കുറെ ആയി. വെള്ളോടി മാഷ ഷൂട്ടിംഗ് കാണാൻ പോയില്ലേ? വെളുപ്പാൻ നേരത്ത് അരിവെപ്പുകാരൻ ചെക്കൻ വന്ന് ഷൂട്ടിങ് കൂവിയപ്പോ ഉള്ളൊന്ന് കാളി. ഞാൻ കരുതി ആരോ തോക്കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന. എന്നാണ് ആ ഒരു നിലവിളക്കം പിടിച്ച് ഈ പടിയൊന്ന് ചവിട്ടി കയറുന്നത്. മാഷിന്റെ നാരായണനോട് തന്നെ ചോദിക്കും. ചേച്ചി, സിനിമാ നടി ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ണിത്തമ്പുരാന്റെ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്യാൻ വന്നതാ. ഇതാ പണ്ടുള്ളവര് പറഞ്ഞത്, താങ്കാറിന്റെ അടുത്ത് താങ്കേറിയിരുന്നില്ലെങ്കിൽ നാരായണ സാറിന്റെ കമ്പ്യൂട്ടറിൽ നടി കയറിയിരിക്കും. Oh, that was really funny. ഇവള് പശ കാണും മോളെ. മാനെ മാലു, ഇതെപ്പോ? നൃത്തകുണ്ടലിനി, വെൽക്കം ടു ദേവർ മഠം. താങ്ക്സ് നാണു. ജോത്സ്ന ഇതെന്റെ അനിയത്തി മാലു. Hi. ഇത് സാവിത്രി. ഷീസ് മൈ. വുഡ് ബി. Oh, is it? പറയാമോ? വേണമെങ്കിൽ അങ്ങനെയും പറയാം. വയസ്സുകാലത്ത് വെള്ളം ചൂടാക്കി തരാൻ ഒരാള്. അതിനെന്തിനാ ഒരാള്? ഒരു ഹീറ്റർ മേടിച്ചു വെച്ചാ പോരെ? സ്റ്റൈലാക്കല്ലേ? എന്നോട് പറഞ്ഞു. എന്റെ ചിരിയും കളിയൊക്കെ കുറച്ച് കൂടിയപ്പോ അഡ്വാൻസ് ആയിട്ട് തന്നെ പുള്ളി പറഞ്ഞു സാവിത്രിയെ കുറിച്ച്, നീണ്ടു പോകുന്ന നിങ്ങളുടെ വിവാഹത്തെ കുറിച്ച്. എനിവേ യു വെരി ലക്കി. ഞാൻ പോട്ടെ, ഷൂട്ട് തുടങ്ങാനായി കാണും. See you guys. Bye, sweetheart. സ്മാർട്ട് ഗേൾ. എന്താ വേണോ? അതിനുള്ള ലക്കിയൊന്നും നമുക്കില്ലല്ലോ എന്റെ മാനേ.